Hi all, Assalamu alaikum. Welcome back to Zina's Homemade Recipes. ഈ ഒരു വീഡിയോയിൽ നമുക്ക് വൈറ്റ് ബിരിയാണി റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. ഓവർ മസാലയൊന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ്, അതുകൊണ്ട് തന്നെ മസാലപ്പൊടികളൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട കുറച്ച് സ്പൈസസ് ആണിത്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബദാം, പിന്നെ ബേ ലീഫ്, സാജീരകം. ബേ ലീഫും സാജീരകവും നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ 50 ഗ്രാമിൻ്റെ ബോട്ടിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. തൈര് 1/4 കപ്പ്, ഓയിൽ 1/4 കപ്പ്. ഇത്രയാണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ടൈപ്പ് റൈസ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് ജീരകശാല റൈസും യൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഏലക്കായും പട്ടയും ബദാമും ഗ്രാമ്പും എല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ചൂട് തണഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ചിക്കൻ മാഗ്നേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് തണയാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള സ്പൈസസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് എല്ലാം കൂടെ ഒന്നുകൂടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മളിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു ലെമണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മാഗ്നേഷൻ നമ്മൾ അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഫ്ലേവറിൽ ഇത് കിട്ടുക. മാത്രമല്ല അത് കുറച്ചധികം ടൈം വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം.
ഇവിടെ നമ്മൾ റൈസ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഏലക്കായും ഗ്രാമ്പും പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ സാജീരകവും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ബേ ലീഫും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ ടൈമിൽ കഴുകി എടുത്തിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കാനുള്ള ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് കാഷ്യൂസും റൈസിൻസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഓയിലിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 2 ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കാഷ്യൂസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം റൈസിൻസും കൂടെ ഇട്ട് വറുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് 1/4 വേവ് ആയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കിത് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമ്മുടെ സവാള നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കാഷ്യൂസിൻ്റെ കൂടെ മാറ്റി വെക്കാം. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരമണിക്കൂറായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് നമ്മൾ സവാളയിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം 3 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണ്. ചിക്കൻ്റെ ഒരു ഭാഗം അത്യാവശ്യം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ലാ പീസസും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1/4 വേവിലെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസാണ്. ഈ ടൈമിൽ കുറച്ചും കൂടെ വേവ് റൈസിന് വരും. അപ്പം 1/4 വേവിൽ റൈസ് എടുത്ത് മാറ്റി വെച്ചാൽ മാത്രമേ കറക്റ്റ് വേവിൽ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മേലെയായിട്ട് കാഷ്യൂസും റൈസിൻസും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാം നെയ്യാണ് നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നമ്മൾ ആദ്യം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗരം മസാല ഇതിൻ്റെ മേലെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് അതിൻ്റെ മേലെ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല പ്രഷറിൽ ഇത് കുക്കായിക്കോളും. പിന്നെ അലൂമിനിയം ഫോയിലിന് പകരം നമുക്ക് വാഴയില യൂസ് ചെയ്താലും മതി. 20 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം 1 മണിക്കൂറൊക്കെ ഇതേപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം.
ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ റൈസ് തന്നെ യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന റൈസ് ആയാലും നല്ലതാണ്. ഈ സെയിം റെസിപ്പി വെച്ച് നമുക്ക് ചെയ്യാം. അതാവുമ്പം ദം ബിരിയാണിയുടെ ടെക്സ്ചറിൽ നല്ല ഫ്ലേവറിലുള്ള അടിപൊളി ഒരു ബിരിയാണിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 2 ടൈപ്പിലുള്ള റൈസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. ഇൻഷാ അല്ലാ. ബൈ. അസ്സലാമു അലൈക്കും.